നമ്മൾ രക്ഷാശാസ്ത്രം, ദൈവം മനുഷ്യർക്ക് കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ നൽകുന്ന രക്ഷ, അതിനെക്കുറിച്ചാണ് ചിന്തിച്ചു വരുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ ഈ രക്ഷ സ്വീകരിക്കാനുള്ള മാർഗം വിശ്വാസം മാത്രമാണ് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ, രക്ഷയിൽ എന്താണ് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ച് നിങ്ങളോട് പറയാം എന്നാണ് വിചാരിക്കുന്നത്. രക്ഷയിൽ എന്താണ് സംഭവിക്കുന്നത് എന്നതും വിശദമായ ഒരു വിഷയം തന്നെയാണ്. കാരണം രക്ഷയെ വിശദീകരിക്കാനായിട്ട് പല വാക്കുകൾ ബൈബിളിൽ, വിശേഷാൽ പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ വളരെ പ്രസിദ്ധമായിരിക്കുന്ന ഒരു വാക്കാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഒരുമിച്ച് പങ്കുവയ്ക്കാമെന്ന് വിചാരിക്കുന്നത്. അത് വീണ്ടും ജനിക്കുക എന്ന് പറയുന്ന ആ വാക്കാണ്. ഒരിക്കൽ അമേരിക്കയിൽ റോണൾഡ് റീഗൻ പ്രസിഡൻ്റായിട്ട് മത്സരിക്കുന്ന സമയത്ത് ഒരു പ്രസിഡൻഷ്യൽ ഡിബേറ്റിൽ അദ്ദേഹത്തോട് ഒരു റിപ്പോർട്ടർ ചോദിച്ചു, നിങ്ങൾ ബോൺ അഗെയിൻ ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം അതിന് പറഞ്ഞ മറുപടി, ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന സമൂഹത്തിൽ ആ വാക്ക് അങ്ങനെ ഉപയോഗിക്കാറില്ല എന്നാണ് അദ്ദേഹം അതിന് പറഞ്ഞ മറുപടി. അപ്പോഴേ അദ്ദേഹം ഉൾപ്പെട്ട് നിൽക്കുന്ന സമൂഹം ബൈബിളിൽ പറഞ്ഞിട്ടുള്ള വാക്കുകളെല്ലാം ഉപയോഗിക്കുന്ന സമൂഹമല്ല എന്നാണ് അതുകൊണ്ട് വ്യക്തമാകുന്നത്. ബൈബിളിൽ, പുതിയ നിയമത്തിൽ രക്ഷിക്കപ്പെടുക എന്ന ആശയം വിശദീകരിക്കാനായിട്ട് പല വാക്കുകൾ ഉപയോഗിച്ചിട്ടുള്ളതിൽ വളരെ പ്രമുഖമായ ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഒരു ആശയമാണ് വീണ്ടും ജനിക്കുക, പുതുതായി ജനിക്കുക എന്ന് പറയുന്ന വാക്ക്. അത് ഏറ്റവും പ്രമുഖമായി നമ്മൾ കാണുന്നത് യോഹന്നാൻ്റെ സുവിശേഷത്തിലാണ്. യോഹന്നാൻ്റെ സുവിശേഷം, ഞാൻ ആ വേദഭാഗമാണ് മുഖ്യമായി നിങ്ങളോടൊന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. എന്നാൽ യോഹന്നാൻ മാത്രമല്ല, അപ്പസ്തലനായ പൗലോസ് തീത്തോസിൻ്റെ ലേഖനത്തിൽ വീണ്ടും ജനനത്തെക്കുറിച്ച് പറയുന്നത് പുനർജനനം എന്ന നിലയിലാണ് മലയാളത്തിൽ അത് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഇംഗ്ലീഷിൽ, ഗ്രീക്കിൽ വീണ്ടും ജനനം എന്നുള്ളതായിരിക്കുന്ന വാക്ക് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പസ്തലനായ പത്രോസ് തൻ്റെ ലേഖനത്തിൽ 2 പ്രാവശ്യം വീണ്ടും ജനനം എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ 1-ാമത്തെ അധ്യായത്തിൻ്റെ ആദ്യ വാക്യങ്ങളിൽ നമ്മളെ വീണ്ടും ജനിപ്പിച്ചതിനെ സംബന്ധിച്ച് ദൈവം നമ്മളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു എന്ന ആശയം പറയുന്നുണ്ട്. പിന്നീട് നാം വീണ്ടും ജനിച്ചിരിക്കുന്നത് നശിച്ചു പോകുന്ന കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ നിലനിൽക്കുന്ന ദൈവത്തിൻ്റെ വചനത്താൽ തന്നെയാണ് എന്ന് പത്രോസ് പറയുന്നുണ്ട്. യാക്കോബ് അപ്പോസ്തലൻ പുനർജനനം എന്നുള്ളതായിരിക്കുന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ബൈബിളിലെ പുതിയ നിയമ എഴുത്തുകാരൊക്കെ ഉപയോഗിച്ച ഒരു വാക്കാണ്. വീണ്ടും ജനനം അഥവാ പുനർജനനം എന്ന് പറയുന്നതായിരിക്കുന്ന കാര്യം, അത് ഹൈന്ദവ ആശയത്തിലുള്ള പുനർജന്മമല്ല. ഇത് ക്രിസ്തീയ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ പുനർജനനം, വീണ്ടും ജനനം എന്ന ആശയത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും പ്രമുഖമായ, ഏറ്റവും ശ്രദ്ധേയമായ വേദഭാഗം യോഹന്നാൻ്റെ സുവിശേഷം, അതിൻ്റെ 3-ാമത്തെ അധ്യായത്തിൻ്റെ ആദ്യത്തെ 15 വാക്യങ്ങളാണ്. അത് നമുക്ക് പരിചിതമായ ഒരു വേദഭാഗമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. നിക്കോദിമോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായിട്ട് കർത്താവായ യേശു ക്രിസ്തു നടത്തുന്ന ഒരു സംഭാഷണമാണ് ഈ വേദഭാഗത്ത് നമ്മൾ കാണുന്നത്. ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാം. ആദ്യത്തെ 15 വാക്യങ്ങൾ യോഹന്നാൻ്റെ സുവിശേഷം 3-ാമത്തെ അധ്യായത്തിൻ്റെ ആദ്യത്തെ 15 വാക്യങ്ങൾ വായിക്കുന്നു. പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായി നിക്കോദിമോസ് എന്ന പേരുള്ളൊരു മനുഷ്യൻ ഉണ്ടായിരുന്നു. അവൻ രാത്രിയിൽ അവൻ്റെ അടുക്കൽ വന്ന് അവനോട്, റബി, നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം തന്നോടുകൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന ഈ അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞു. യേശു അവനോട്, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു,
പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. നിക്കോദിമോസ് അവനോട്, മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കാമോ എന്ന് ചോദിച്ചു. അതിന് യേശു, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവ് ആകുന്നു. നിങ്ങൾ പുതുതായി ജനിക്കണം എന്ന് ഞാൻ നിന്നോട് പറയുകയാൽ ആശ്ചര്യപ്പെടരുത്. കാറ്റ് ഇഷ്ടമുള്ളയിടത്ത് ഊതുന്നു, അതിന് ശബ്ദം നീ കേൾക്കുന്നു, എങ്കിലും അത് എവിടെ നിന്ന് വരുന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും അറിയുന്നില്ല. ആത്മാവിനാൽ ജനിച്ചവനെല്ലാം അതുപോലെയാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. നിക്കോദിമോസ് അവനോട്, ഇതെങ്ങനെ സംഭവിക്കും എന്ന് ചോദിച്ചു. യേശു അവനോട് ഉത്തരം പറഞ്ഞത്, നീ ഇസ്രായേലിൻ്റെ ഉപദേഷ്ടാവായിരുന്നിട്ടും ഇത് അറിയുന്നില്ലയോ? ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, ഞങ്ങൾ അറിയുന്നത് പ്രസ്താവിക്കുകയും കണ്ടത് സാക്ഷീകരിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ കൈക്കൊള്ളുന്നില്ല താനും. ഭൂമിയിലുള്ളത് നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ സ്വർഗത്തിലുള്ളത് നിങ്ങളോട് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും? സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി സ്വർഗത്തിലിരിക്കുന്നവനായ മനുഷ്യപുത്രനല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ താൻ ചില സംഭാഷണങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിലേറ്റവും പ്രമുഖമായിരിക്കുന്ന ഒരു സംഭാഷണമാണ് കർത്താവായ യേശു ക്രിസ്തുവും നിക്കോദിമോസും തമ്മിലുള്ള ഈ സംഭാഷണം. 2-ാമത്തെ അധ്യായത്തിൻ്റെ അവസാന വാക്യങ്ങൾ വായിച്ചാൽ നിങ്ങൾക്കറിയാമല്ലോ, 2-ാമത്തെ അധ്യായത്തിൻ്റെ അവസാന വാക്യം കഴിഞ്ഞിട്ടാണ് 3-ാമത്തെ അധ്യായം എന്നുള്ളത് കൊണ്ട് 2-ാമത്തെ അധ്യായത്തിൻ്റെ അവസാന വാക്കുകൾ 3-ാമത്തെ അധ്യായത്തെ മനസ്സിലാക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന വാക്യങ്ങളാണ്. അവിടെ യോഹന്നാൻ പറയുന്നത്, കർത്താവായ യേശു ക്രിസ്തു അനേകം അത്ഭുതങ്ങൾ ചെയ്തു. പെരുന്നാളിന് കർത്താവ് യെരൂശലേമിലായിരുന്നപ്പോൾ അനവധി അത്ഭുതങ്ങൾ ചെയ്തു. ഈ അത്ഭുതങ്ങൾ കണ്ട് അനേകം ആളുകൾ കർത്താവിൽ വിശ്വസിച്ചു. എന്നാൽ കർത്താവ് തന്നെ വിശ്വസിച്ച്, കർത്താവ് മനുഷ്യരുടെ ഹൃദയങ്ങളെ അറിയുന്നവനായതുകൊണ്ട് അവൻ തന്നെ വിശ്വസിച്ച് അവരെ ഫലമേൽപ്പിച്ചില്ല എന്ന ഒരു പ്രസ്താവനയാണ് 2-ാമത്തെ അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ കാണുന്നത്. അതിന് പറഞ്ഞു, യേശുവോ എല്ലാവരെയും അറിയുകൊണ്ട് തന്നെത്താൻ അവരുടെ പക്കൽ വിശ്വസിച്ച് ഏൽപ്പിച്ചില്ല. മനുഷ്യനുള്ളത് എന്ത് എന്ന് സ്വതവേ അറിഞ്ഞിരിക്കയാൽ തനിക്ക് മനുഷ്യനെക്കുറിച്ച് യാതൊരുത്തിൻ്റെയും സാക്ഷ്യം ആവശ്യമായിരുന്നില്ല. അവിടെ പല ആളുകളും കർത്താവിൽ വിശ്വസിച്ചെങ്കിലും കർത്താവ് അവരെ വിശ്വസിച്ചില്ല എന്നാണ് യോഹന്നാൻ പറയുന്നത്. അപ്പോൾ കർത്താവ് സ്വീകരിക്കാത്ത വിശ്വാസമുണ്ട് കേട്ടോ. എല്ലാവരും വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവസ്വീകാര്യമായ വിശ്വാസം അവർക്കില്ല. ചില ഉപരിപ്ലവമായ ചില കാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ വിശ്വാസം എന്ന ഒരു തോന്നൽ ആളുകൾക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ അവർ കർത്താവിൽ യഥാർത്ഥമായി വിശ്വസിച്ച ആളുകളല്ല. അവിടെ അതിനൊരു ഉദാഹരണമായിട്ടാണ് 3-ാമത്തെ അധ്യായത്തിൽ നിക്കോദിമോസിനെ കുറിച്ച് യോഹന്നാൻ പറയുന്നത്. ദൈവസ്വീകാര്യമായ വിശ്വാസം എന്താണ്, അല്ലെങ്കിൽ ദൈവസ്വീകാര്യമായ വിശ്വാസം എന്തല്ല എന്നതിനെക്കുറിച്ച് വിശദീകരിക്കുന്ന ഒരു വേദഭാഗം കൂടെയാണ് 3-ാമത്തെ അധ്യായം എന്നത്. അവിടെ കർത്താവിനെ കാണാനായിട്ട് വന്ന ഈ വ്യക്തി വളരെ ശ്രദ്ധേയനായിരിക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്, അദ്ദേഹം പരീശന്മാരുടെ കൂട്ടത്തിലുള്ള ഒരു വ്യക്തി ആയിരുന്നു. പരീശന്മാർ എന്ന് പറയുമ്പോൾ ധാർമ്മിക നിയമങ്ങളും ന്യായപ്രമാണവും ദൈവ നിയമങ്ങളുമൊക്കെ വളരെ കർശനമായി അനുസരിക്കുന്ന ആളുകളാണ് പരീശന്മാർ. അവരെക്കാളും മെച്ചമായിട്ട് ദൈവിക നിയമങ്ങളെ അനുസരിക്കുന്നവർ എന്ന് അവകാശപ്പെടാനായിട്ട് മനുഷ്യർക്ക് സാധിക്കുകയില്ല. പരീശന് തന്നെക്കുറിച്ച് തന്നെ പറയുന്ന പ്രസ്താവന ലൂക്കോസിന് സുവിശേഷം 18-ാമത്തെ അധ്യായത്തിൽ നമുക്കറിയാം. അദ്ദേഹം പറഞ്ഞത്, കർത്താവെ, ഞാൻ ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു, കിട്ടുന്നതിലെല്ലാം പതാരം കൊടുക്കുന്നു, പിന്നെ പ്രാർത്ഥിക്കുന്നതിനും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനും ഒന്നും യാതൊരു മടിയുമില്ലാത്തയാളാണ് പരീശൻ. അവിടെ പരീശന്മാരുടെ കൂട്ടത്തിലുള്ള വളരെ പ്രമുഖനായിരിക്കുന്ന ഒരു വ്യക്തിയാണ്
നിക്കോദിമോസ് എന്ന് പറയുന്നയാൾ. അത് മാത്രമല്ല, അദ്ദേഹം ഇസ്രയേലിലെ അതിനെക്കുറിച്ച് പറഞ്ഞത് മനുഷ്യനുണ്ടായിരുന്നു. അവൻ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായി, യഹൂദന്മാരുടെ പ്രമാണിയാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം സൻഹദ്രീൻ സംഘത്തിൻ്റെ അംഗമാണ്. അന്നത്തെ യഹൂദന്മാരുടെ എല്ലാ ആന്തരിക അവരുടെ സമൂഹത്തിലെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ഈ സൻഹദ്രീൻ സംഘമാണ്. അതിലെ ഒരു അംഗമാണ് നിക്കോദിമോസ്. പിന്നീട് കർത്താവ് നിക്കോദിമോസിനോട് പറയുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നീ ഇസ്രയേലിൻ്റെ ഉപദേഷ്ടാവ് ആയിരുന്നിട്ടും. അപ്പോൾ ഉപദേഷ്ടാവ് എന്ന് പറയുന്ന ആ പ്രസ്താവന ദി ടീച്ചർ എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. അതിന് ഒരു ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഗ്രീക്കിൽ ഉണ്ട്. അവിടെ ഇസ്രയേലിലെ ഏറ്റവും പ്രമുഖനായിരിക്കുന്ന, ഇസ്രയേലിലെ ഉപദേഷ്ടാവ് എന്ന് പറയാൻ കഴിയുന്ന പ്രമുഖനായിരിക്കുന്ന ഒരാളാണ് നിക്കോദിമോസ്. ഇന്നത്തെ ഭാഷയിൽ പറയുകയാണ് എങ്കിൽ വേദശാസ്ത്രത്തിലെ തിയോളജിയിൽ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PhD ബിരുദമുള്ള ഒരു മനുഷ്യൻ എന്ന് അദ്ദേഹത്തെക്കുറിച്ച് പറയാം. അദ്ദേഹം വളരെ പ്രമുഖനായ, വളരെ സാമൂഹിക സ്ഥാനമുള്ള, വളരെ ബഹുമാന്യനായ ആളുകൾ ലുക്കിംഗ് അപ് ടു, അദ്ദേഹത്തെ ബഹുമാനത്തോടെ വീക്ഷിക്കുന്ന വളരെ പ്രമുഖനായിരിക്കുന്ന ഒരാളാണ് നിക്കോദിമോസ്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഒരു പ്രസ്താവന ഇതിനോട് ചേർത്ത് ഒരു പ്രമാണം ഞാൻ നിങ്ങളോട് പറയാം. എൻ്റെ ആദ്യത്തെ പോയിൻ്റ് എന്ന് നിങ്ങൾ വിചാരിച്ചോളൂ. അതെന്താണെന്ന് ചോദിച്ചാൽ, ഒരു മനുഷ്യന് അവൻ്റെ ധാർമ്മിക നിലകൊണ്ടും അനുസരണം കൊണ്ടും അവൻ്റെ ഔദാര്യം കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും ഒന്നും ദൈവം ആഗ്രഹിക്കുന്ന നിലയിലേക്ക് എത്തി ദൈവവുമായുള്ള ബന്ധം സ്ഥാപിക്കാനായിട്ട് സാധിക്കുകയില്ല. കാരണം തുടർന്ന് നിക്കോദിമോസിനോട് കർത്താവ് പറയുന്നത് എന്താ? നീ വീണ്ടും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ നിനക്ക് കഴിയുകയില്ല എന്ന കാര്യമാണ് പറയുന്നത്. അപ്പോൾ ലോകത്തുള്ളതായിരിക്കുന്ന മതങ്ങളെല്ലാം പറയുന്ന ഈ ആശയത്തിന് വിരുദ്ധമായിട്ടാണ് കർത്താവ് സംസാരിക്കുന്നത്. ലോകത്തുള്ള ഏത് മതം നിങ്ങളെടുത്താലും എന്താ അവർ പറയുക? ദൈവപ്രസാദത്തിനായിട്ട്, ദൈവരാജ്യത്തിൻ്റെ സ്വീകരണത്തിനായിട്ട്, ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ, അല്ലെങ്കിൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ സ്വർഗത്തിൽ പോകാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ നിക്കോദിമോസിനേക്കാളും മെച്ചമായ ഒരു നില ആരും അതിന് യോഗ്യതയായിട്ട് പറയുന്നില്ല. അദ്ദേഹം സമൂഹത്തിൽ മാന്യനായ, വളരെയധികം പരിജ്ഞാനമുള്ള, ദൈവ നിയമങ്ങളെ അനുസരിക്കുന്ന, സൽപ്രവൃത്തികൾ ചെയ്യുന്ന, മതകർമ്മങ്ങളൊന്നും മുടക്കാതെ അത് ചെയ്യുന്ന, മനുഷ്യരെ ഉപദേശിക്കുന്ന, ബൈബിൾ അറിയാവുന്ന ഒരു മനുഷ്യനാണ് നിക്കോദിമോസ്. എന്നാൽ കർത്താവ് ഈ പറഞ്ഞ കാര്യമൊന്നും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനുള്ള യോഗ്യതയായിട്ട് സമ്മതിക്കുന്നില്ല. അതാണ് ആദ്യത്തെ പ്രമാണമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. മനുഷ്യർ ചെയ്യുന്ന, അവരവകാശപ്പെടുന്ന അവരുടെ യാതൊരു പ്രത്യേകതകളും ദൈവവുമായുള്ള ബന്ധം സ്ഥാപിക്കുവാൻ പര്യാപ്തമാണ് എന്ന് കർത്താവ് കരുതുന്നില്ല, അല്ലെങ്കിൽ ബൈബിൾ അങ്ങനെ കരുതുന്നില്ല. മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ കൊണ്ടും അവരുടെ നിലകൊണ്ടും അവരുടെ സാമൂഹിക ബന്ധങ്ങൾ കൊണ്ടും അവരേതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിൽ പെട്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ടുമൊന്നും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ, സ്വർഗരാജ്യത്തിന് അവകാശിയായി തീരുവാനായിട്ട് സാധിക്കുകയില്ല എന്ന കാര്യമാണ് പറഞ്ഞത്. മാത്രമല്ല, ഇദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായം പറയുന്ന ആളുമാണ് ഇദ്ദേഹം, കേട്ടോ. അതായത് നല്ല അഭിപ്രായമാണ്. കർത്താവിനെക്കുറിച്ചുള്ള ശരിയായ അറിവല്ല, എന്നാൽ കർത്താവിനെക്കുറിച്ച് നല്ല ബഹുമാനമുള്ള ഒരു മനുഷ്യനാണ്. ഇന്ന് ലോകത്തിലുള്ളതായിരിക്കുന്ന ക്രിസ്തീയ മതവിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ നിക്കോദിമോസിൻ്റെ അത്രയും ബഹുമാനം കർത്താവിനോടുള്ള ആളുകളല്ല, കേട്ടോ. അവർ കർത്താവിനെക്കുറിച്ചുള്ള നിക്കോദിമോസിൻ്റെ അഭിപ്രായം വളരെ മാന്യമായ ഒരു അഭിപ്രായമാണ്. നമുക്കറിയാമല്ലോ, മാനുഷികമായി പറയുകയാണ് എങ്കിൽ കർത്താവായ യേശു ക്രിസ്തു അങ്ങനെ ഔദ്യോഗികമായ വിദ്യാഭ്യാസവും ആ നിലയിലുള്ള സ്ഥാനവും ഡിഗ്രികളും ഒന്നുമുള്ള ഒരു ആൾ ആയിരുന്നില്ല. അവരുടെ യൂണിവേഴ്സിറ്റികളിലൊന്നും കർത്താവ് പോയിട്ടില്ല. അവർ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PhD ബിരുദമുള്ളതായിരിക്കുന്ന ഒരാൾ ഒരു സാധാരണ ഉപദേശിയോട് വന്ന് പറയുകയാണ്, താങ്കളൊരു വലിയ കൂടിയ ആളാണെന്ന് പറഞ്ഞാൽ അതൊരു നല്ല, വളരെ ശ്ലാഘനീയമായിരിക്കുന്നൊരു അഭിനന്ദനമാണ്, അല്ലേ? നമ്മൾ പറയുമ്പോൾ ഏതായാലും അവൻ വലിയ ആളാണെങ്കിലും അവനൊരു താഴ്മയുള്ള ആളാണ്, ഇത്രയും നല്ല ഒരു അഭിപ്രായം എന്നെക്കുറിച്ച് പറഞ്ഞല്ലോ എന്ന് വേണമെങ്കിൽ ചിന്തിക്കാൻ കഴിയുന്ന രീതിയിലുള്ളൊരു പ്രസ്താവനയാണ് നിക്കോദിമോസ് കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞത്. നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്ന ഉപദേഷ്ടാവാണ്, നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്ന ഉപദേഷ്ടാവാണ്. അങ്ങനെ പറയുന്ന ഒരു മതം തന്നെ ഉണ്ട്, കേട്ടോ.
യു ആർ എ ടീച്ചർ ഓർ യു ആർ എ പ്രോഫറ്റ് ഹു ഹസ് കം ഫ്രം ഗോഡ്. ദൈവം അയച്ച ഒരു പ്രവാചകനാണ്, അല്ലെങ്കിൽ പ്രവാചകൻ എന്നുള്ളതായിരിക്കുന്ന വാക്കിവിടെ ഉപയോഗിച്ചിട്ടില്ല, എന്നാൽ ഒരു ഉപദേഷ്ടാവാണ്. എന്നാൽ അത് രക്ഷാകരമായിരിക്കുന്ന അറിവ് അല്ല. ആ അറിവ് ആരെയും സ്വർഗത്തിൽ പോകാൻ യോഗ്യതയുള്ള ആളാക്കി തീർക്കുകയില്ല. കർത്താവ് ഒരു നല്ല ഉപദേഷ്ടാവാണ്, അദ്ദേഹം നല്ല ഉപദേശമൊക്കെ പറഞ്ഞ ആളാണ്. അങ്ങനെ പറയുന്ന ആൾക്കാർ ഇന്നുണ്ട് കേട്ടോ. വളരെ പ്രമുഖന്മാരായിരിക്കുന്ന പല ആളുകളും കർത്താവിൻ്റെ ഉപദേശം വളരെ നല്ലതാണ്, കർത്താവിൻ്റെ ഉപദേശമാണ് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഉപദേശം എന്നൊക്കെ പറയുന്ന ആളുണ്ട്. നിങ്ങൾ റിച്ചർഡ് ഡോക്കിൻസിൻ്റെ ഈ അടുത്ത കാലത്തെ പ്രസ്താവന ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം അല്ലേ. അദ്ദേഹം ഭയങ്കര ഒരു നിരീശ്വരനാണ്. എന്നാൽ ചില സാമൂഹിക സമ്മർദ്ദങ്ങളും ആധുനികമായ ചില പ്രശ്നങ്ങളും ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളല്ലെങ്കിലും ഞാനൊരു കൾച്ചറൽ ക്രിസ്ത്യനാണ്, ഞാൻ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ആ ഗുണങ്ങൾ ഒക്കെ വളരെ നല്ലതാണെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ജോർഡൻ പീറ്റേഴ്സൺ എന്ന് പറയുന്ന ആൾ വളരെ പ്രസിദ്ധനായിരിക്കുന്ന ഒരാളാണ്. അദ്ദേഹം പറയും ഹീസ് എ കൾച്ചറൽ ക്രിസ്ത്യൻ, അതായത് ക്രിസ്തീയ മൂല്യങ്ങളെ മാനിക്കുന്നയാളാണ്. എന്നാൽ അത് കർത്താവായ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് സ്വീകാര്യമായ ഒരു നിലപാടല്ല എന്നാണ് കർത്താവിൻ്റെ പ്രസ്താവനയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അതാണ് ഞാൻ ആദ്യത്തെ പ്രസ്താവനയായിട്ട് പറയുന്നത്. നമ്മൾ പറയുന്ന യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള നല്ല അഭിപ്രായം, നല്ല ജീവിതം, നല്ല സാമൂഹിക സ്ഥാനം, മത ക്രമീകരണങ്ങൾ, ഇതൊന്നും ഒരു വ്യക്തിയെ ദൈവരാജ്യത്തിന് യോഗ്യനാക്കി തീർക്കുന്നില്ല എന്ന കാര്യമാണ് ആദ്യ ഭാഗത്തു നിന്ന് നമുക്ക് മനസ്സിലാക്കാനാണ് സാധിക്കുന്നത്. രണ്ടാമത് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം വീണ്ടും ജനനം എന്നത് ദൈവരാജ്യം അവകാശമാക്കുവാനുള്ള അനിഷേധ്യമായ യോഗ്യതയാണ്, അല്ലെങ്കിൽ ഒഴിച്ചുകൂടാത്ത യോഗ്യതയാണ്. വീണ്ടും ജനനം എന്നത് ഒരു വ്യക്തി ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിന്, ദൈവരാജ്യം കാണുന്നതിന് വീണ്ടും ജനനം കൂടാതെ സാധിക്കുകയില്ല. വീണ്ടും ജനിക്കണം എന്നത് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനുള്ള ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത യോഗ്യതയാണ്. പല ക്രിസ്തീയ സമുദായത്തിലുള്ള ആൾക്കാരും വീണ്ടും ജനനത്തെ പരിഹസിക്കുന്ന ആൾക്കാരാണ് കേട്ടോ. വീണ്ടും ജനം, എൻ്റെ ഒരു സ്നേഹിതൻ എന്നോട് പറയും, എപ്പോൾ കണ്ടാലും നിങ്ങൾ വീണ്ടും ജനിക്കണമെന്നൊക്കെയുള്ള പ്രസ്താവനയാണ് പറയുന്നത്. അതൊന്നും അല്ല ബൈബിളിലെ പ്രധാന കാര്യം എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അധരങ്ങളിൽ നിന്ന് വന്ന അലംഘനീയമായ നിബന്ധനയാണ് ഒരു വ്യക്തി ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ അവൻ വീണ്ടും ജനിക്കണം എന്ന പ്രസ്താവന. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ പ്രസ്താവനകളെല്ലാം സത്യമാണെന്ന് നമുക്കറിയാം. എന്നാൽ ചില പ്രസ്താവനകൾ കർത്താവ് പറഞ്ഞപ്പോൾ സത്യമായി എന്ന് അടിവരയിട്ട് ആ പ്രസ്താവനയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പ്രാധാന്യത്തെ വെളിപ്പെടുത്താനായിട്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. സത്യമായിട്ട് ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു. ഒരു സത്യം പറഞ്ഞാൽ പോരെ. എന്നാൽ കർത്താവ് 2 പ്രാവശ്യം പറഞ്ഞത് സത്യമായിട്ടുള്ള കാര്യമാണ്. ഒരു വ്യക്തി ദൈവരാജ്യത്തിൽ പ്രവേശിക്കാനായിട്ട് വീണ്ടും ജനിച്ചെങ്കിലേ സാധിക്കുകയുള്ളൂ, അല്ലാതെ അവന് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാനായിട്ട് സാധിക്കില്ല. വീണ്ടും ജനനം എന്ന ആശയം, അതിനെക്കുറിച്ച് തുടർന്നുള്ള പ്രസ്താവനകളിൽ കർത്താവ് അതിനൊരു വിശദീകരണം നമ്മളോട് പറയും. എങ്കിലും ഞാൻ വീണ്ടും ജനനം എന്നുള്ളതായിരിക്കുന്ന വാക്കിനെ കുറിച്ച് ഒരു വാക്ക് പറയാം. വീണ്ടും ജനിക്കുക, പുതുതായി ജനിക്കുക. അത് ആ വാക്കിന് നമുക്ക് ഉയരത്തിൽ നിന്ന് ജനിക്കുക, അനോത്തൻ എന്ന് പറയുന്നതായിരിക്കുന്ന ഗ്രീക്ക് വാക്ക് വീണ്ടും ജനിക്കുക അല്ലെങ്കിൽ മുകളിൽ നിന്ന് ജനിക്കുക എന്ന അർത്ഥത്തിൽ അതിനെ പരിഭാഷപ്പെടുത്താനായിട്ട് സാധിക്കും. യോഹന്നാൻ സുവിശേഷകൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒന്നിലധികം അർത്ഥങ്ങൾ ഒരു വാക്കിന് സാധിക്കുന്ന രീതിയിൽ അദ്ദേഹം അതിനെക്കുറിച്ച് അങ്ങനെ പറയാറുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഈ 2 അർത്ഥങ്ങളും ആ വാക്കിലുണ്ട് എന്ന് നമുക്ക് വിചാരിക്കാം. ഈ ജനനം ഉയരത്തിൽ നിന്ന്, ദൈവത്തിൽ നിന്ന്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിന്ന് ഉള്ള ജനനമാണ്. ഇത് സാധാരണ രീതിയിലുള്ള ജനനത്തിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ ഇതൊരു 2ാം ജനനമാണ്. ഇതൊരു പുനർജനനമാണ്. ഇത് ഒരു വീണ്ടും ജനനമാണ്. അതിനെക്കുറിച്ച് ചില വേദശാസ്ത്രികൾ പറയുന്ന പോലെ നിങ്ങൾ 1 പ്രാവശ്യം ജനിച്ചാൽ 2 പ്രാവശ്യം മരിക്കും. നിങ്ങൾ 2 പ്രാവശ്യം ജനിച്ചാൽ 1 പ്രാവശ്യമേ മരിക്കുകയുള്ളൂ. നിങ്ങൾ 1 പ്രാവശ്യം ജനിച്ചാൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്വാഭാവികമായി ഉണ്ടായ ജനനം മാത്രമേ ഉള്ളൂ, നിങ്ങൾ വീണ്ടും ജനിച്ചിട്ടില്ല
എങ്കിൽ നിങ്ങൾ 2 പ്രാവശ്യം മരിക്കും. ആദ്യത്തെ മരണമെന്ന് പറയുന്നത് ശാരീരികമായിരിക്കുന്ന മരണമാണ്. രണ്ടാമത്തെ മരണമെന്ന് പറയുന്നത് നരകം എന്ന രണ്ടാമത്തെ മരണമാണ്. അപ്പോൾ ആ രീതിയിലാണ് ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നത്. നീ സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, നീ പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ, ആദ്യത്തെ പ്രസ്താവനയിൽ കാണുവാനാണ്, രണ്ടാമത്തെ പ്രസ്താവനയിൽ കടക്കാനാണ്. ഇത് അതൊന്നും വ്യത്യാസമൊന്നുമില്ല. കാണുകയും കടക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ഒരേ ആശയത്തെ വിശദീകരിക്കാനായിട്ട് ഉപയോഗിക്കുന്ന 2 വാക്കുകൾ എന്നേ ഉള്ളൂ. അപ്പോൾ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ, ദൈവരാജ്യം കാണുവാൻ, ദൈവരാജ്യത്തിൽ ഓഹരി ലഭിക്കുവാൻ ഒരു വ്യക്തി വീണ്ടും ജനിച്ചേ മതിയാകുകയുള്ളൂ എന്ന കാര്യമാണ് കർത്താവ് നിക്കോദീമോസിനോട് പറഞ്ഞത്. അപ്പോൾ നിക്കോദീമോസിന് അതില്ല. അത് പിന്നെ തുടർന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് നിക്കോദീമോസിൻ്റെ ഈ വിഷയത്തിലുള്ളതായിരിക്കുന്ന അജ്ഞത നമുക്ക് ബോധ്യപ്പെടും. അദ്ദേഹത്തോട് കർത്താവ് പറഞ്ഞു, നീ നിശ്ചയമായിട്ടും വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ നിനക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാനായിട്ട് സാധിക്കുകയില്ല, സ്വർഗരാജ്യം കാണാൻ നിങ്ങൾക്ക് കഴിയുകയില്ല, ദൈവവുമായൊരു ബന്ധം നിനക്കുണ്ടാവുകയില്ല എന്ന കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ വീണ്ടും ജനനം എന്നുള്ളതായിരിക്കുന്ന വാക്ക് പറയുമ്പോൾ രണ്ടാമത്തെ ജനനമാണത്. ഒരാൾ സ്വാഭാവികമായി ജനിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിൽ നിന്ന് ജീവൻ പ്രാപിച്ച് ഒരു പുതിയ ജീവനിലേക്ക് കടക്കുന്ന ആ യാഥാർത്ഥ്യത്തെക്കുറിച്ചാണ് വീണ്ടും ജനനം എന്ന് പറയുന്നത്. ദൈവത്തിൽ നിന്ന് ഉളവാകുന്ന, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മനുഷ്യർക്ക് നൽകുന്ന ഒരു പുതിയ ജീവൻ, ഒരു പുതിയ ജനനം, ഒരു പുതിയ ആരംഭം, ഒരു പുതിയ അനുഭവം, അത് ഉണ്ടാകാതെ ആർക്കും ദൈവരാജ്യത്തിൽ പ്രവേശിക്കാനായിട്ട് സാധിക്കുകയില്ല. ഹൃദയത്തിന് വ്യതിയാനം വരുത്തുന്ന, അതിനെക്കുറിച്ച് തുടർന്നുള്ള വാക്കുകൾ പറയുമ്പോൾ നമുക്കതിനെക്കുറിച്ച് പറയാം. ഒരു വീണ്ടും ജനനം. അവിടെ ബൈബിളിൽ നമ്മൾ ജനനം, മരണം എന്നുള്ളതായിരിക്കുന്ന ആശയങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ മരണമെന്ന് പറയുന്നത് വേർപാടാണ്. മരണമെന്ന് പറയുന്നത് വേർപാടാണ്. നമ്മൾ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെടുമ്പോൾ അത് ശാരീരിക മരണമാണ്. നമ്മളുടെ ആത്മാവ് ദൈവത്തിൽ നിന്ന് വേർപെടുമ്പോൾ അത് ആത്മീക മരണമാണ്. അതിനെയാണ് നരകമെന്ന് പറയുന്നത്. അപ്പോൾ മരണമെന്ന് പറയുന്നത് വേർപാടാണ്. ജീവൻ, ജനനമെന്ന് പറയുന്നത് ബന്ധമാണ്. ജീവൻ അതുപോലെ തന്നെ ജനനം എന്ന് പറയുന്നത് ബന്ധമാണ്, ഒരു പുതിയ ആരംഭമാണ്. വീണ്ടും ജനനത്തിന് ഒരു പ്രത്യേകത ഈ പ്രസ്താവനയിൽ നിന്ന്, ആ വാക്കിൽ നിന്ന് പറയാം. അത് ജനിക്കുകയാണ്, വീണ്ടും ജനിക്കുകയാണ്. ജനിക്കുന്നതിൻ്റെ പ്രത്യേകത ക്രിസ്തീയ ബൈബിളിൻ്റെ ആശയം അനുസരിച്ച് നമുക്കറിയാം, ജനിക്കുന്നതിന് മുന്നമേ ഒന്നുമില്ല, ജനിച്ചതിന് ശേഷമാണ് എല്ലാം. അതാണ് ജനനത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കൊരു പുതിയ ആരംഭം ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്യുകയാണ്. മനുഷ്യൻ്റെ പ്രശ്നം എന്താണ്? അവൻ ചെയ്തു കൂട്ടിയ, അവൻ അനുഭവിച്ച, അവൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാമാണ് അവൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നമായിട്ടിരിക്കുന്നത്. കർത്താവ് നമ്മോട് എന്താ പറയുന്നത് അറിയാമോ? ഐ വിൽ ഗിവ് യു എ ന്യൂ ബിഗിനിങ്. ഈ പ്രശ്നങ്ങൾക്കെല്ലാം അവസാനം കുറിച്ചുകൊണ്ട്, കഴിഞ്ഞ കാലങ്ങളെ പൂർണ്ണമായും ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഞാൻ നിനക്കൊരു പുതിയ ആരംഭം തരാം എന്നാണ് കർത്താവിനോട് പറയുന്നത്. വീണ്ടും ജനനം എന്ന് പറയുന്നതായിരിക്കുന്ന കാര്യം. അതിനെക്കുറിച്ച് ഒരു പ്രസംഗം പറഞ്ഞ് ഞാൻ ഓർക്കുന്നത്, അദ്ദേഹം പറഞ്ഞു, വീണ്ടും ജനിച്ച ഒരാളിന് ഹീസ് പാസ്റ്റ് ലെസ്, കഴിഞ്ഞ ഒരു കാലമില്ലാത്ത ഒരു പുതിയ തുടക്കം, കഴിഞ്ഞത് മുഴുവനും ക്ഷമിച്ച് കിട്ടിയ, അതിൽ നിന്ന് വിമോചനം പ്രാപിച്ച ഒരു പുതിയ ആരംഭം, അതാണ് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വാഗ്ദാനം ചെയ്യുന്ന കാര്യമെന്ന് പറയുന്നതാണ്. വി ഡോണ്ട് ഹാവ് എ പാസ്റ്റ് വിച്ച് ഇസ് ഗോയിങ് ടു കം ടു ഹോണ്ട് us. നമ്മളെ വീണ്ടും വേട്ടയാടാനായിട്ട് നമ്മളിലേക്ക് മടങ്ങി വരുന്ന ഒരു പഴയകാലം നമുക്ക് ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഒരു പുതിയ തുടക്കം, എ ക്ലീൻ സ്ലേറ്റ് എന്ന് പറയാം അല്ലേ, എ ക്ലീൻ സ്ലേറ്റ്. അത് വീണ്ടും ജനനത്തിൻ്റെ ഒരു പ്രധാന ഭാഗമാണത്. മാത്രമല്ല കേട്ടോ, അതിൽ കവിഞ്ഞ കാര്യം വീണ്ടും ജനനത്തോടുള്ള ബന്ധത്തിൽ ഉണ്ട്. അപ്പം ദൈവവുമായുള്ള ബന്ധമില്ലാത്ത ആളുകൾ ആത്മീയമായി മരിച്ച ആളുകളാണ്. ആ മരണത്തിൽ നിന്ന് നമ്മളെ വിടുവിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ജീവൻ തന്ന് ഉയർപ്പിച്ച് ദൈവവുമായുള്ള ബന്ധത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുന്ന അത്ഭുതകരമായ ദൈവത്തിൻ്റെ പ്രവർത്തനമാണ് വീണ്ടും ജനനം എന്ന് പറയുന്നത്. വീണ്ടും ജനനം എന്നുള്ളത് അത്ഭുതകരമായ ദൈവത്തിൻ്റെ മരണത്തിൽ നിന്ന് നമ്മളെ വിടുവിച്ച് ജീവൻ തരുന്ന അത്ഭുതകരമായ പ്രവർത്തനമാണ്. അതിനെക്കുറിച്ച് ഒരു പ്രസ്താവന ഞാൻ പറയാം. അതും ഒരു തിയോളജിയൻ പറഞ്ഞ പ്രസ്താവനയാണ്. അദ്ദേഹം പറഞ്ഞു, ക്രിസ്തീയ സുവിശേഷം എന്നുള്ളത് മോശക്കാരായ മനുഷ്യരെ നല്ലതാക്കുന്നതല്ല, പിന്നെയോ മരിച്ച മനുഷ്യർക്ക് ജീവൻ കൊടുക്കുന്നതാണ് എന്ന് പറഞ്ഞു.
The gospel is not something which makes bad people good, but the gospel is what gives life to a dead person. മരിച്ച ഒരാൾക്ക് ജീവൻ കൊടുക്കുന്ന പരിപാടിയാണ് സുവിശേഷം. അല്ലാതെ മോശക്കാരായിരിക്കുന്ന ആളുകളെ നല്ല ആളുകളാക്കുന്നതല്ല. പിന്നെ മോശമായിരുന്നു നമ്മുടെ ജീവിതത്തെ നല്ലതാക്കുമെന്നുള്ള കാര്യം ശരിയാ. ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് റെഫർമേഷൻ. നമ്മുടെ ജീവിതത്തിൽ കുറച്ച് വ്യതിയാനങ്ങൾ ഉണ്ടാക്കുന്ന, കുറച്ച് മാനസാന്തരം വരുത്തുന്ന ഒരു പരിപാടിയല്ല. നമ്മളെ പുതുതാക്കുന്ന, നമുക്ക് പുതിയ ജീവൻ നൽകുന്ന, പുതിയ അനുഭവത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുന്ന, അടിമുടി നമ്മളെ രൂപാന്തരപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ പരിപാടിയാണ് ഈ വീണ്ടും ജനനം എന്ന് പറയുന്ന കാര്യം. അതുകൂടാതെ നിങ്ങൾക്ക് ദൈവരാജ്യം കാണുവാൻ കഴിയുകയില്ല എന്ന കാര്യം കർത്താവ് അടിവരയിട്ട് നമ്മളോട് പറയുകയാണ്. വീണ്ടും ജനനം കൂടാതെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ ആർക്കും കഴിയുകയില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ പ്രസംഗത്തിൻ്റെ തലവാചകം അതാണ്. നിങ്ങൾ വീണ്ടും ജനിച്ച ആളാണോ? നിങ്ങൾ മതകർമ്മങ്ങൾ ചെയ്യുന്നയാളാണോ? നിങ്ങൾ സൽപ്രവൃത്തികൾ ചെയ്യുന്നുണ്ടോ? നിങ്ങൾക്ക് ബൈബിളിലെ വാക്യങ്ങൾ കാണാപ്പാടം അറിയാമോ എന്നൊന്നും ഉള്ളതല്ല ചോദ്യം. നിങ്ങൾ വീണ്ടും ജനിച്ചതാണോ എന്നാ ചോദ്യം. വീണ്ടും ജനം എന്താണെന്നുള്ളത് തുറന്ന് പറയുമ്പോൾ ആ ചോദ്യത്തിന് കുറച്ചുകൂടെ കൃത്യതയുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾ വീണ്ടും ജനിച്ചയാളാണോ? വീണ്ടും ജനിച്ചയാളല്ലെങ്കിൽ നിങ്ങൾക്ക് 2 മരണം ഉറപ്പാണ്. യു വിൽ ഡൈ ഫിസിക്കലി ആൻഡ് ദെൻ ദാറ്റ് വിൽ ടേൺ ഇൻ ടു എ സ്പിരിച്വൽ ഡെത്ത്. നിങ്ങളുടെ ഈ ശാരീരിക മരണം ആത്മീക മരണമായി പരിണമിക്കും. ദൈവത്തോടുള്ള ബന്ധത്തിൽ നിന്ന് എന്നേക്കുമായി നിങ്ങൾ വേർപെട്ട് നരകത്തിന് യോഗ്യരായി തീരുമെന്ന് തന്നെയാണ് ബൈബിൾ പറയുന്നത്. അതിൽ യാതൊരു വിധമായ സംശയത്തിനും ആവശ്യമില്ല. അതിനൊക്കെ മയപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. എന്നാലത് സാധിക്കുകയില്ല എന്നാണ് ദൈവത്തിന് വചനം പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് ഞാൻ പറഞ്ഞല്ലേ, നമുക്ക് ദൈവരാജ്യത്തിൽ അവകാശികളായി തീരുവാൻ വീണ്ടും ജന്മം കൂടിയേ തീരൂ. വീണ്ടും ജന്മം കൂടാതെ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ ആർക്കും സാധിക്കുകയില്ല. നിക്കോദീമോസിന് സാധിക്കുകയില്ല. ഇത്രയും മാന്യനായ, ഇത്രയും പരിജ്ഞാനമുള്ള, ഇത്രയും സാമൂഹിക സ്ഥാനമുള്ള, മത പാരമ്പര്യമുള്ള ഒരു മനുഷ്യനോട് കർത്താവ് പറയുകയാണ്, നീയെ വീണ്ടും ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. എനിക്ക് ഡിഗ്രി ഉണ്ട്, എനിക്കൊരു PhD ബിരുദം ഉണ്ട്, വേദശാസ്ത്രത്തിലാണ് PhD, ഞാൻ ഇത്ര കാലമായി സുവിശേഷ പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ ഞാനൊരു മത പ്രവർത്തകനാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. അങ്ങനെ പറയുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അത് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാനുള്ള യോഗ്യതയല്ല. നിങ്ങൾ വീണ്ടും ജനിക്കണം. യു ഹാവ് ടു ബി ബോൺ അഗൈൻ. ഈ വീണ്ടും ജനിക്കണമെന്നുള്ളതായിരിക്കുന്ന ഈ ആശയത്തെക്കുറിച്ച് വളരെയധികം ഉണർവ് കാലത്ത് വളരെയധികം പ്രസംഗിച്ച ഒരു വ്യക്തിയോട്, D.L. മൂഡി അല്ല, അതിനു മുമ്പുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തോട് ഒരാൾ ചോദിച്ചു, 10,000 പ്രാവശ്യം വീണ്ടും ജനിക്കണം എന്നുള്ള പ്രസംഗം അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഈ വീണ്ടും വീണ്ടും ഈ പ്രസംഗം ഇങ്ങനെ ചെയ്യുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വീണ്ടും വീണ്ടും പ്രസംഗിക്കാനുള്ള കാരണമെന്ന് പറയുന്നത് നിങ്ങൾ വീണ്ടും ജനിക്കണം, അല്ല സ്വർഗത്തിൽ പോകുകയില്ല എന്നുള്ളത് കൊണ്ടാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. Why you are speaking so much about being born again? Because apart from being born again, you will not inherit the kingdom of God. അതാണ് ഈ പ്രസംഗം തുടർന്ന് പറയുവാൻ കാരണം എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അപ്പോൾ ഞാൻ പറയാം, വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്നതാണ് ഞാൻ രണ്ടാമത് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം. മൂന്നാമത് പറയുന്ന കാര്യം, നിക്കോദീമോസ് കർത്താവിനോട് ചോദിച്ച ചോദ്യത്തിന് കർത്താവ് നൽകിയ വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരു വിശദീകരണം കർത്താവ് പറഞ്ഞു. അപ്പോൾ നിക്കോദീമോസ് ചോദിച്ചു, എൻ്റെ പൊന്നെ എങ്ങനെയാണ് നമുക്ക് വീണ്ടും ജനിക്കാനായിട്ട് സാധിക്കുന്നത്? അപ്പോൾ അദ്ദേഹം വിവരമില്ലാത്ത ആളൊന്നുമല്ല കേട്ടോ, പൊട്ടനായതുകൊണ്ട് ചോദിച്ചതൊന്നുമല്ല. അദ്ദേഹം പറഞ്ഞു, ഈ വീണ്ടും ജനിക്കുക എന്ന് പറയുന്ന ഈ ആശയം അസാധ്യമായിരിക്കുന്ന ഒരു ആശയമാണ്. വീണ്ടും ജനിക്കുക എന്ന് പറയുന്ന കാര്യം നടക്കുകയില്ല, അത് അസാധ്യമാണ് എന്നാണ് നിക്കോദീമോസിൻ്റെ അഭിപ്രായം. അദ്ദേഹം പറഞ്ഞു, ഒരു മനുഷ്യൻ പ്രായമായതിനു ശേഷം അമ്മയുടെ ഉദരത്തിൽ കടന്ന് വീണ്ടും ജനിക്കാൻ പറ്റുമോ? സഹോദരിമാർക്കറിയാം, കൊച്ചു പിള്ളേർ ജനിച്ചപ്പോൾ അവർ വളരെ ചെറുതാകും കേട്ടോ. അവർക്കൊരു 2 കിലോ 2.5 കിലോ 3 കിലോ എന്ന് പറഞ്ഞാൽ അമ്മയുടെ കാര്യം വളരെ കഷ്ടമാണ്. ജനിക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ട്. 3 നോർമലാണ്, 3.5 ആയിക്കോട്ടെ, 4 എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഒരു ഡോക്ടറുള്ളത് നല്ല കാര്യം. അപ്പോൾ അതിൽ 3 കിലോ നോർമലാണ്, 4 കിലോ 5 കിലോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാകും. അവിടെ
പ്രായമായതിനു ശേഷം അമ്മയുടെ ഉദരത്തിൽ കടന്ന് രണ്ടാമത് ജനിക്കുക എന്ന് പറയുന്നത് സാധിക്കുന്ന കാര്യമല്ല. അത് അസാധ്യമായിരിക്കുന്ന കാര്യമാണ്. അദ്ദേഹം പറഞ്ഞ് ഈ പറയുന്ന പണി കേട്ടിട്ട് ദിസ് ഈസ് ആൻ ഇമ്പോസിബിൾ സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം യുവർ സൈഡ്. കർത്താവ് പറയുന്നതായിരിക്കുന്ന പ്രസ്താവന വളരെ അസാധ്യമായിരിക്കുന്ന പ്രസ്താവനയാണ്. ആദ്യം ജനിച്ചു, അത് വളരെ ശിശുവായിരുന്നപ്പോൾ അങ്ങനെ ജനിച്ചതാണ്, അത് കുഴപ്പമില്ല. പ്രായമായതിനു ശേഷം വീണ്ടും ജനിക്കുക എന്ന് പറയുന്ന പരിപാടി നടക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവ് അതിന് പറഞ്ഞ മറുപടിയാണ് എൻ്റെ മൂന്നാമത് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. വാട്ട് ഡസ് ഇറ്റ് മീൻ ടു ബി ബോൺ അഗെയിൻ? വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? കർത്താവിന് പറഞ്ഞ മറുപടി, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യത്തേതിനേക്കാളും ബുദ്ധിമുട്ടുള്ള പ്രസ്താവനയാണല്ലോ രണ്ടാമത് പറഞ്ഞത്. അങ്ങനെ പറയാനുള്ള കാരണം കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നീ ഇസ്രയേലിൻ്റെ ഉപദേഷ്ടാവായിരുന്നിട്ടും നിനക്കിത് മനസ്സിലാകുന്നില്ലെന്ന് ചോദിച്ചു. അപ്പോൾ ഇസ്രയേലിൻ്റെ ഉപദേഷ്ടാവായിരിക്കുന്ന ഒരാൾക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള ഒരു വിശദീകരണമാണ് വീണ്ടും ജനനത്തെക്കുറിച്ച് കർത്താവായ യേശു ക്രിസ്തു നിക്കോദിമോസിനോട് പറഞ്ഞത്. എവിടെ വെള്ളം കണ്ടാലും നമ്മളെന്ത് ചെയ്യും? ബാപ്റ്റിസ്റ്റുകാരാന്നേ പറയും വേണ്ട, കത്തോലിക്കർ ഒട്ടും മാറുകയല്ല. വെള്ളം കണ്ടാൽ ഉടനെ എന്ത് ചെയ്യും? ഉടനെ സ്നാനമായല്ലേ? വെള്ളം കണ്ടാൽ ഉടനെ സ്നാനമാണ്. അവിടെ സാധാരണ ആളുകളൊക്കെ പറയുന്നത് എങ്ങനെയാണ് വീണ്ടും ജനിക്കുന്നത്? വീണ്ടും ജനിക്കുന്നതിന് ആത്മാവിലും ജനിക്കണം, പിന്നെ സ്നാനപ്പെടുകയും ചെയ്യണം എന്ന് പറയും. എന്നാൽ അതിനുള്ള പ്രശ്നം എന്ന് പറയുന്നത്, അതിനുള്ള പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, ഇത് നിക്കോദിമോസിനോട് കർത്താവായ യേശു ക്രിസ്തു പറയുന്ന കാര്യമാണ്. നിക്കോദിമോസിനോട് നീ എന്താണിത് അറിഞ്ഞുകൂടാത്തത് എന്ന് ചോദിച്ചു. സ്നാനത്തെക്കുറിച്ച് നിക്കോദിമോസിനറിയാം. അദ്ദേഹം പഴയ നിയമത്തിലെ പണ്ഡിതനായിരിക്കുന്ന ഇസ്രയേലിൻ്റെ ഉപദേഷ്ടാവായിരിക്കുന്നയാളാണ്. പഴയ നിയമത്തിൽ സ്നാനമുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നിക്കോദിമോസിനോട് ചോദിച്ചു, ഹൗ കം യു ഡു നോട്ട് നോ ദിസ്? യു ആർ ദ ടീച്ചർ ഓഫ് ഇസ്രയേൽ. നീ ഇസ്രയേലിൻ്റെ ഉപദേഷ്ടാവായിരുന്നിട്ട് നിനക്കത് മനസ്സിലാക്കാൻ ഞാൻ എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഈ വെള്ളത്താലും ആത്മാവിനാലും ജനിക്കുക എന്ന് പറയുന്നതായിരിക്കുന്ന ഈ ആശയം. അല്ലാതെ പുതിയ നിയമത്തിൽ സ്നാനവും പിന്നെ ആത്മാവിനാലുള്ള ജനനവും എന്നുള്ള രണ്ട് കാര്യങ്ങളല്ല ഇവിടെ പറഞ്ഞത്, ഒരു കാര്യത്തെക്കുറിച്ചാണ്. അവിടെ പഴയ നിയമത്തിൽ ഈ ആശയത്തെക്കുറിച്ച് പറഞ്ഞൊരു ഭാഗത്തേക്ക് നമുക്ക് പോകാം. അത് യെഹെസ്കേൽ പ്രവചനം അതിൻ്റെ 36-ാമത്തെ അധ്യായമാണ്. യെഹെസ്കേൽ പ്രവചനം അതിൻ്റെ 36-ാമത്തെ അധ്യായത്തിൽ ഈ ആശയങ്ങളെ, അതായത് വെള്ളത്താലും ആത്മാവിനാലുമുള്ള കാര്യം സംയോജിപ്പിച്ച് കർത്താവ് അല്ലെങ്കിൽ പഴയ നിയമത്തിലെ പ്രവാചകൻ ഒരു പ്രസ്താവന പറയുന്നുണ്ട്. യെഹെസ്കേൽ പ്രവചനം അതിൻ്റെ 36-ാമത്തെ അധ്യായമാണ്. അതിൻ്റെ 25 മുതലുള്ളതായിരിക്കുന്ന വാക്യങ്ങൾ ഞാൻ വായിക്കും. 36-ൻ്റെ 25 മുതലുള്ള വാക്യങ്ങളാണ്. അപ്പോൾ അവിടെ 36-ൻ്റെ 25 മുതലുള്ളതായ വാക്യങ്ങൾ. അവിടെ ഇതാണ് പറഞ്ഞത്. വേണമെങ്കിൽ 24 കൂടെ 23 കൂടെ ചിലപ്പോൾ വായിച്ചാൽ നല്ലതായിരിക്കും അല്ലേ? ജാതികളിടയിൽ നിങ്ങൾ അശുദ്ധമാക്കിയതായി അവരുടെ ഇടയിൽ അശുദ്ധമായി പോയിരിക്കുന്ന എൻ്റെ മഹത്തായ നാമത്തെ ഞാൻ വിശുദ്ധീകരിക്കും. ജാതികൾ കാണെ ഞാൻ എന്നെ തന്നെ നിങ്ങൾ വിശുദ്ധീകരിക്കുമ്പോൾ ഞാൻ യഹോവയെന്ന് അവർ അറിയും എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. ഞാൻ നിങ്ങളെ ജാതികളിടയിൽ നിന്ന് കൂട്ടി സകല ദേശങ്ങളിൽ നിന്നും നിങ്ങളെ ശേഖരിച്ച് സ്വന്തം ദേശത്തേക്ക് വരുത്തും. ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തെളിക്കും, നിങ്ങൾ നിർമ്മലനായിത്തീരും. ഞാൻ നിങ്ങളുടെ സകല മലിനതയെയും സകല വിഗ്രഹങ്ങളെയും നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കും. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസളമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. ഇതാണ് പ്രവാചകനിലൂടെ കർത്താവ് പറഞ്ഞ ഇസ്രയേലിനോടുള്ള വാഗ്ദാനം. ഇതിനെ നിങ്ങളെന്താ വിളിക്കുന്നതെന്നറിയോ? ഇതിനെ വിളിക്കുന്നത് പുതിയ ഉടമ്പടി എന്നാണ് വിളിക്കുന്നത്. ദിസ് ഈസ് കോൾഡ് ദ ന്യൂ കവനൻറ്റ്. ദൈവം ഇസ്രയേലിനോട് ചെയ്യുന്ന പുതിയ ഉടമ്പടിയാണ്. വേറൊരിടത്ത് യെരമ്യാ പ്രവചനത്തിൽ പറഞ്ഞപ്പോൾ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരെ
മിസ്രയീമിൽ നിന്ന് വിളിച്ചപ്പോൾ അവരോട് ചെയ്തതുപോലെയുള്ള ഉടമ്പടിയല്ല, ഇത് പുതിയൊരു ഉടമ്പടിയാണ്. ഇത് ദൈവം തന്നെ ചെയ്യുന്ന കാര്യമാണ്, അല്ലാതെ മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. രണ്ട് കാര്യങ്ങൾ ഈ പുതിയ ഉടമ്പടിയിൽ ദൈവം അവർക്ക് വാഗ്ദാനം ചെയ്തു. ഒന്ന് എന്ന് പറയുന്നത് നിർമ്മല ജലം അവരുടെ മേൽ തളിക്കുക എന്ന് പറയുന്ന കാര്യമാണ്. നിർമ്മല ജലം തളിക്കുക, വെള്ളത്താൽ ഉള്ള ജനനം എന്ന് അതിനെ വിളിക്കുക എന്ന് പറഞ്ഞാൽ, ജലം എന്തിനാണ് ഉപയോഗിക്കുന്നത്? ജലം ഉപയോഗിക്കുന്നത് ശുദ്ധീകരണത്തിന് വേണ്ടിയാണ്. നമ്മളുടെ പാപങ്ങളെ കഴുകിക്കളഞ്ഞ്, നമ്മളുടെ പാപങ്ങളെ നമ്മളോട് ക്ഷമിച്ച്, പാപത്തിൻ്റെ കുറ്റത്തിൽ നിന്നും മാലിന്യത്തിൽ നിന്നും നമ്മളെ വിടുവിച്ച് നമ്മളെ ശുദ്ധനാക്കി തീർക്കുന്ന ദൈവത്തിൻ്റെ പരിപാടിയാണ് എന്ന് പറയുന്നത്. ഞാൻ നിർമ്മല ജലം നിങ്ങളുടെ മേൽ തളിക്കുമെന്ന് പറഞ്ഞു. മനുഷ്യരെ ശുദ്ധമാക്കുവാൻ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. ലംഘനങ്ങൾ ക്ഷമിച്ചും പാപങ്ങൾ മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. അത് ദൈവത്തിന് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. അതെങ്ങനെയാണ് ദൈവം ചെയ്യുന്നത് എന്നുള്ളത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണപുനരുത്ഥാനങ്ങളിൽ അടിസ്ഥാനപ്പെട്ട പാപപരിഹാര ക്രമീകരണത്തിലൂടെയാണ് എന്ന് നമുക്കറിയാം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തം, അല്ലെങ്കിൽ പറയും നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത് വെള്ളി പൊന്ന് മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടാണ്. കർത്താവായ യേശു ക്രിസ്തു കാൽവരിയിലെ കുരിശിൽ നമുക്ക് വരുത്തിയ പാപപരിഹാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പാപങ്ങളെ ദൈവം നമ്മളോട് ക്ഷമിച്ച് നമ്മളെ ശുദ്ധരാക്കി, പാപത്തിൻ്റെ കുറ്റത്തിൽ നിന്ന് നമ്മളെ വിടുവിച്ച് നമ്മളെ ശുദ്ധമാക്കുന്ന ദൈവിക പരിപാടിക്കാണ് ഈ ജലം കൊണ്ട് കഴുകുക, വെള്ളത്താലുള്ള ജനനം എന്ന് പറയുന്നതാണ്. നിങ്ങൾ വെള്ളത്താലും ആത്മാവിനാലും. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ പാപമാണ്. ആ പാപത്തിൽ നിന്നുള്ള വിടുതൽ, വീണ്ടും ജനനം എന്ന് പറഞ്ഞാൽ എന്താ? വീണ്ടും ജനനത്തിൻ്റെ ആദ്യ ഭാഗം എന്ന് പറയുന്നത് പാപമോചനമാണ്, പാപം കഴുകിക്കളയുന്നതാണ്, പാപം നമ്മളോട് കണക്കിടുകയില്ല എന്ന് ദൈവം പ്രഖ്യാപിക്കുന്നതാണ്, പാപത്തിൻ്റെ കുറ്റത്തിൽ നിന്ന് നമ്മളെ വിമോചിപ്പിക്കുന്നതാണ്. അതാണ് വീണ്ടും ജനനത്തിൻ്റെ ആദ്യ ഭാഗം എന്ന് പറയുന്ന ഈ കഴുകലാകട്ടോ. നമുക്ക് പാപമോചനം കൂടാതെ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കുകയില്ല. യേശുക്രിസ്തുവിൻ്റെ ചെലവിൽ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പാപപരിഹാര ബലിയുടെ അടിസ്ഥാനത്തിൽ ദൈവം നമ്മളുടെ പാപങ്ങളെ ക്ഷമിച്ച് ആ പാപത്തിൻ്റെ കുറ്റത്തിൽ നിന്ന് നമ്മളെ വിടുവിച്ച് നമ്മളെ നിർമ്മലരായി തീർക്കുന്ന ആ അത്ഭുതകരമായ കാര്യത്തെക്കുറിച്ചാണ് ഈ വെള്ളത്താലുള്ള ജനനം എന്ന് പറയുന്നത്. അത് നിക്കോദീമോസിന് അറിയാൻ കേട്ടോ. അത് യെഹെസ്കേൽ പ്രവചനമൊക്കെ വായിച്ച് പഠിച്ച് ഇസ്രായേൽ പഠിപ്പിക്കുന്നയാളാണ്. അപ്പോൾ അദ്ദേഹം ഇത് അറിയേണ്ടതാണ്. ഹി ഹാസ് ടു നോ. അദ്ദേഹം മനസ്സിലാക്കണം. കാരണം ചോദിച്ചാൽ അദ്ദേഹം യെഹെസ്കേൽ പ്രവചനം, കർത്താവ് പറഞ്ഞില്ലേ 36 അധ്യായം ഒന്നും വന്നില്ല കേട്ടോ, ഒരു സ്ക്രോളായിട്ടാണ് പറയുന്നത്. അപ്പം നീ യെഹെസ്കേൽ പ്രവചനം അങ്ങനെ വായിച്ച് പഠിച്ചിട്ടില്ല അല്ലേ? അതുകൊള്ള നിനക്ക് PhD ഒക്കെ കിട്ടിയത് ആരാ തന്നത് ഈ PhD? പക്ഷേ യെഹെസ്കേൽ പ്രവചനം വായിച്ചിട്ടില്ല. രണ്ടാമത്തെ ഭാഗം എന്താണ്? രണ്ടാമത്തെ ഭാഗം പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും എന്ന് പറഞ്ഞു. ഞാൻ കല്ലായിരിക്കുന്ന ഹൃദയത്തെ നിങ്ങളിൽ നിന്ന് നീക്കം ചെയ്തിട്ട് ഞാൻ മാംസളമായ ഒരു ഹൃദയം നിങ്ങൾക്ക് തരും. ആ കല്ലായ ഹൃദയത്തെ രൂപപ്പെടുത്താനായിട്ടാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി, എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളുടെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തി ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവവചനത്തെ സ്നേഹിക്കുന്ന, ദൈവത്തോട് ബഹുമാനവും വിധേയത്വവും ആരാധനയുമുള്ള ഒരു നല്ല ഹൃദയം ഞാൻ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു കേട്ടോ. ഒരു പ്രസിദ്ധനായ പ്രസംഗൻ പറയുന്ന പോലെ, ദ ഹാർട്ട് ഓഫ് ദ പ്രോബ്ലം ഈസ് ദ പ്രോബ്ലം ഓഫ് ദ ഹാർട്ട്. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്തുവാ? നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രശ്നമാണ്. നമ്മുടെ ഹൃദയം കഠിനമായിരിക്കുന്ന ഹൃദയമാണ്, ദൈവത്തോട് മത്സരിക്കുന്ന ഹൃദയമാണ്, ദുഷ്ടതയും അനീതിയും നിറഞ്ഞ ഹൃദയമാണ്. അതിനെക്കുറിച്ച് ദൈവത്തിന് പറഞ്ഞു, മനുഷ്യൻ്റെ ഹൃദയം സകലവിധ ദോഷവും നിറഞ്ഞതായ വളരെ ഭീകരമായ ഒരു ഹൃദയമാണ് മനുഷ്യർക്കുള്ളത്. ആ ഹൃദയവുമായിട്ട് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ ആ ഹൃദയത്തെ മാറ്റി ശുദ്ധമായ മാംസളമായ ദൈവത്തെ അനുസരിക്കുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു ഹൃദയം നമുക്ക് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും ജനനം എന്ന് പറയുന്നൊരു ഹാർട്ട് ട്രാൻസ്പ്ലാന്റാണ് കേട്ടോ. വീണ്ടും ജനനം എന്ന് പറയുന്നൊരു ഹാർട്ട് ട്രാൻസ്പ്ലാന്റാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വീണ്ടും ജനിച്ച ആളാണ് എങ്കിൽ നിങ്ങൾക്കൊരു പുതിയ ഹൃദയമുണ്ട്. പഴയ ഹൃദയം മാറ്റി വെച്ചിട്ട് ഒരു പുതിയ ഹൃദയം ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുക. നിങ്ങൾക്ക് പുതിയ ഹൃദയമുണ്ട് എന്ന
ഒരു അനുഭവവും ചിന്തയും നിങ്ങൾക്കില്ല എങ്കിൽ നിങ്ങൾ വീണ്ടും ജനിച്ചയാളല്ല. നിങ്ങൾ വീണ്ടും ജനിച്ചയാളല്ല. കല്ലായ ഹൃദയം, പാപം ചെയ്യുമ്പോൾ ഒരു മനസാക്ഷിക്കുത്തുമില്ലാത്ത, ദോഷം ചെയ്യുമ്പോൾ ഒരു പ്രശ്നവുമില്ലാത്ത, മനുഷ്യനെ ഉപദ്രവിക്കുന്നതിൽ പ്രയാസമില്ലാത്തൊരു ഹൃദയമാണ് നിങ്ങൾക്ക് ഇന്നുമുള്ളതെങ്കിൽ നിങ്ങളുടെ ഹൃദയം മാറിയിട്ടില്ല എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. കർത്താവിൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ കർത്താവായ യേശുക്രിസ്തു നമുക്ക് ചെയ്തു തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വേറെ ഒരു കാര്യമെന്ന് പറയുന്നത്, ഹി ഗിവ്സ് us ലൈഫ്, നമുക്ക് ജീവൻ തന്ന്, ദൈവത്തെ അനുസരിക്കുവാൻ കഴിയുന്നൊരു പ്രകൃതി തന്ന്, ദൈവത്തെ അനുസരിക്കുവാൻ കഴിയുന്ന ഒരു ആത്മീക ക്രമീകരണം നമ്മളുടെ ഉള്ളിൽ സൃഷ്ടിച്ച് നമ്മളെ ഒരു പുതു മനുഷ്യനാക്കി, ഒരു പുതിയ ക്രിയേഷനാക്കി, ഒരു പുതിയ സൃഷ്ടിയാക്കി തീർക്കുന്ന ദൈവത്തിൻ്റെ അത്ഭുതകരമായിരിക്കുന്ന പ്രവർത്തനമാണ് ഈ വീണ്ടും ജനനം എന്ന് പറയുന്നതായിരിക്കുന്ന കാര്യം. വീണ്ടും ജനനത്തിൽ 2 കാര്യമുണ്ട് കേട്ടോ. 2 കാര്യമെന്ന് പറയാം, അല്ലെങ്കിൽ 3 കാര്യമെന്ന് പറയാം. അത് ഒന്ന്, അതിൻ്റെ ആദ്യ ഭാഗമായിട്ട് ഹീ വാഷസ് us ക്ലീൻ. നമ്മളുടെ പാപത്തിൻ്റെ മാലിന്യത്തിൽ നിന്ന്, അതിൻ്റെ കുറ്റത്തിൽ നിന്ന്, ആ പ്രശ്നത്തിൽ നിന്ന് ദൈവം തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൽ കൂടെ നമ്മളെ വിടുവിക്കുന്നു. പഴയതെല്ലാം കഴിഞ്ഞുപോയി. ദർ ഇസ് നോ പാസ്റ്റ് ഫോർ എ ബോൺ അഗെയിൻ ബിലീവർ. അവൻ്റെ കഴിഞ്ഞ കാലങ്ങളെ എല്ലാം ദൈവം മറന്നു കളഞ്ഞിരിക്കുന്നു. ദൈവം അവൻ്റെ പാപങ്ങളെ ക്ഷമിച്ചു കൊടുത്തിരിക്കുന്നു എന്ന കാര്യമാണ് വീണ്ടും ജനനത്തിലെ ആദ്യ ഭാഗമായിട്ട് പറയാൻ കഴിയുന്നത്. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത്, നമ്മളെ പാപങ്ങൾ ക്ഷമിച്ചങ്ങ് വിടുകയല്ല കേട്ടോ. പാപങ്ങൾ ക്ഷമിച്ച് വിടുകയല്ല, പിന്നെയോ കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ, ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ ജീവിക്കുവാൻ, ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ, ദൈവത്തെ അനുസരിക്കുവാൻ കഴിയുന്ന ഒരു ഹൃദയം, ആ നിലയിലുള്ളൊരു പ്രകൃതി, ആ നിലയിലുള്ള ആഗ്രഹങ്ങൾ, അതിൻ്റെ ക്രമീകരണം ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയത്തിൽ ചെയ്ത് നമ്മളൊരു പുതിയ മനുഷ്യനാക്കി തീർക്കുകയാണ്. അതാണ് വീണ്ടും ജനനത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത്. മൂന്നാമത്തേത് എന്ന് പറയാം, അല്ലെങ്കിൽ രണ്ടാമത്തെ ഭാഗത്തിൻ്റെ ഭാഗമായി പറഞ്ഞാലും കുഴപ്പമില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കർത്താവ് തരുന്നു, നമ്മളെ ഒരു പുതിയ മനുഷ്യനാക്കി തീർക്കുന്നു. ദിസ് ഇസ് എ absolutely revolutionary, transforming action of God in the life of a person. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നടക്കുന്ന അത്ഭുതകരമായ രൂപാന്തരമാണ് വീണ്ടും ജനനം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ രൂപാന്തരം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കണം, അതൊക്കെ കാര്യങ്ങൾ ശരിയാണ്. എന്നാൽ ഈ നിലയിലുള്ള ഒരു ക്രമീകരണം കൂടാതെ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് ആരും കഴിയുകയില്ല. യു നീഡ് ഫോർഗീവ്നെസ് ഓഫ് യുവർ സിൻ. നിങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം വരണം, നിങ്ങളുടെ പാപങ്ങളിൽ നിന്ന് മോചനം കിട്ടണം. അതുമാത്രം പോരാ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ വീണ്ടും ജനിച്ച്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഒരു പുതിയ ഹൃദയവും, ഒരു പുതിയ മനസ്സും, ഒരു പുതിയ ജീവിതവും, ഒരു പുതിയ കാഴ്ചപ്പാടും, ഒരു പുതുക്കപ്പെട്ട ജീവനും ദൈവത്തിൽ നിന്ന് നമുക്ക് പ്രാപിക്കണം. അതാണ് വീണ്ടും ജനനത്തെക്കുറിച്ച് പറയുമ്പോൾ കർത്താവ് പറഞ്ഞതാണ്, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും ജനനം എന്നത് പാപമോചനവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ദൈവം നമ്മളെ ഒരു പുതിയ സൃഷ്ടിയാക്കി തീർത്ത് ദൈവത്തെ അനുസരിക്കുവാൻ കഴിയുന്നൊരു ഹൃദയം നമുക്ക് തന്ന് ദൈവത്തിൻ്റെ ഹിതപ്രകാരം ജീവിക്കുവാനുള്ളൊരു പുതിയ പ്രകൃതി നമ്മിൽ സൃഷ്ടിച്ച് ഒരു പുതിയ വ്യക്തിയാക്കി, ഒരു പുതിയ മനുഷ്യനാക്കി നമ്മളെ തീർക്കുന്ന ദൈവത്തിൻ്റെ അത്ഭുതകരമായിരിക്കുന്ന പ്രവർത്തനമാണ് വീണ്ടും ജനനം എന്ന് പറയുന്നത്. ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് മറുപടിയായിട്ട് നിക്കോദിമോസ് പറഞ്ഞ പ്രസ്താവനയുണ്ട്. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ചോദിച്ചു, ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് കർത്താവിനോട് ചോദിച്ചു. അപ്പോൾ ഹൗ ക്യാൻ വി ബി ബോൺ അഗെയിൻ? എങ്ങനെയാണ് നമുക്ക് രക്ഷപ്പെടാനായിട്ട് അല്ലെങ്കിൽ രക്ഷിക്കപ്പെടാനായിട്ട് സാധിക്കുന്നത്? അപ്പോൾ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ്? അത് രക്ഷിക്കപ്പെടുക അല്ലെങ്കിൽ വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് കർത്താവ് അദ്ദേഹത്തോട് പറഞ്ഞു. എന്നിട്ട് അതിനോട് ചേർത്ത് അതിൻ്റെ വിശദീകരണമായിട്ട് പറഞ്ഞൊരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയാം. ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവ് ആകുന്നു. ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. അവിടെ ഭൗതികമായിരിക്കുന്ന ജനനം കൊണ്ട് സ്വർഗീയമായ ദൈവികമായ ദൈവക്രമീകരണങ്ങൾ പറ്റാനായിട്ട് നമുക്ക് സാധിക്കില്ല. നമുക്കൊരു ആത്മീകമായ ജനനം ആവശ്യമാണ്. ജഡത്തിൽ നിന്ന് ജനിച്ചത് ജഡമാണ്. അതിനെക്കുറിച്ച്
ഈ അർത്ഥത്തിൽ വ്യത്യസ്തമായിരിക്കുന്ന അർത്ഥത്തിലാണെങ്കിൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞപ്പോൾ പറഞ്ഞു, സഹോദരന്മാരെ, ജഡരക്തങ്ങൾക്ക് സ്വർഗരാജ്യം അവകാശമാക്കുവാൻ കഴിയുകയില്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഈ ഭൗതികമായ ശരീരവും കൊണ്ട് നമുക്ക് സ്വർഗത്തിലോട്ട് പോകാൻ പറ്റില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ തന്നെ ഈ ഭൗതികമായ നിലയിൽ മാത്രമാണ് നമ്മൾ തുടരുന്നതെങ്കിൽ ദൈവരാജ്യത്തിൽ പങ്കാളികളായി തീരാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. നമുക്ക് ആത്മീകമായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാലുള്ള ഈ പുതിയ ജനനം കൂടിയേ തീരൂ. അതാണ് കർത്താവ് പറഞ്ഞു. അതിന് ഒരു വിശദീകരണം കൂടെ, അല്പം കൂടെ ഒരു വിശദീകരണം കർത്താവ് പറഞ്ഞു. കാറ്റ് ഇഷ്ടമുള്ളയിടത്തേക്ക് ഊതുന്നു, അതിൻ്റെ ശബ്ദം നീ കേൾക്കുന്നുവെങ്കിലും അത് എവിടെ നിന്ന് വരുന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും അറിയുന്നില്ല. ആത്മാവിനാൽ ജനിച്ചവരെല്ലാം അങ്ങനെ തന്നെയാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഒരാൾ ജനിക്കുക എന്ന് പറയുന്നത് അത് ഭൗതികമായ രീതിയിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന, ഭൗതികമായ രീതിയിൽ നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യമല്ല. എന്നാൽ അതിൻ്റെ അനുഭവങ്ങൾ അറിയാൻ പറ്റും കേട്ടോ. കാറ്റ് നമുക്ക് കാണാൻ പറ്റത്തില്ല, പക്ഷേ കാറ്റ് വന്നോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് അറിയാൻ പറ്റുമോ? അറിയാവുന്നേ. അതുണ്ടാക്കുന്ന ചലനം, അതുണ്ടാക്കുന്ന വ്യതിയാനം, അതുണ്ടാക്കുന്ന ജീവിതത്തിലെ അനുഭവങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്നാൽ ദർ ഇസ് എ മിസ്റ്ററി അസോസിയേറ്റഡ് വിത്ത് ബീയിങ് ബോൺ അഗെയിൻ. വീണ്ടും ജനിക്കുക എന്ന് പറയുന്നത് ഒരു ഭയങ്കര രഹസ്യമാണ്. അതിൽ ഒരു 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 മർമ്മ, അല്ലെങ്കിൽ അതിന് ഒരു സീക്രസി അതിലുണ്ട്. ദൈവികമായിരിക്കുന്ന പ്രവർത്തനത്തിൻ്റെ ഒരു രഹസ്യ സ്വഭാവം ആ വിഷയത്തിലുണ്ട്. ഇങ്ങനെ കുഞ്ഞ് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നീ രക്ഷിക്കപ്പെട്ടു, അല്ലെങ്കിൽ വീണ്ടും ജനിച്ചു എന്ന് പറയാനൊക്കത്തില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. എങ്ങനെയാണത് സ്വീകരിക്കേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് പിന്നീട് കർത്താവ് പറയുന്നുണ്ട്. ബട്ട് ഇറ്റ് ഈസ് എ മിറാക്കുലസ് വർക്ക് ഓഫ് ഗോഡ് വിച്ച് ഇസ് സൂപ്പർ നാച്ചുറൽ. ദൈവികമായിരിക്കുന്ന, മനുഷ്യ ദൃഷ്ടികൾക്ക് അഗോചരമായിരിക്കുന്ന, മനുഷ്യർക്ക് വിശദീകരിക്കാൻ കഴിയാത്ത ഒരു ദൈവിക പ്രവൃത്തിയാണ് വീണ്ടും ജനനം എന്ന് പറയുന്ന കാര്യം. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോഴേ കാറ്റ് ഊതുന്നതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ എഹെസ്കേൽ പ്രവചനത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണല്ലോ കർത്താവ് സംസാരിക്കുന്നത്. 36-ാമത്തെ അധ്യായം കഴിഞ്ഞാൽ അടുത്ത അധ്യായം ഏതാ? 37-ാമത്തെ അധ്യായമാണ്. 37-ാമത്തെ അധ്യായത്തിൽ എന്താ സംഭവിക്കുന്നത് അറിയാമോ? 37-ാമത്തെ അധ്യായം എന്ന് പറയുന്നത് പ്രവാചകൻ അസ്ഥികൾ കൂട്ടിയിട്ടിരിക്കുന്ന ഒരു താഴ്വരയിൽ നിൽക്കുകയാണ്. അസ്ഥിപഞ്ജരങ്ങൾ ഇങ്ങനെ ഇട്ടിരിക്കുന്ന ഒരു താഴ്വരയിൽ നിൽക്കുക. എന്നിട്ട് പ്രവാചകനോട് ചോദിച്ചു, ഈ മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. ഉടനെ പറഞ്ഞു, കർത്താവിനറിയാം, എനിക്കറിയത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, നീ കാറ്റിനോട് ആജ്ഞാപിക്കുക, കാറ്റിന് നേരെ പ്രവചിക്കുക, അതിൻ്റെ മേൽ ഊതാനായിട്ട് പ്രവചിക്കാൻ പറഞ്ഞു. അപ്പോൾ കാറ്റ് ആ അസ്ഥികളുടെ മേൽ ഊതി. അപ്പോൾ അത് ജീവനുള്ള ദേഹികളായി രൂപാന്തരപ്പെട്ടു എന്നാണ് അദ്ദേഹം തന്നെ ദർശനത്തിൽ കാണുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വന്ന് ജീവനില്ലാത്ത വെറും അസ്ഥിപഞ്ജരമായിരിക്കുന്ന ആ ക്രമീകരണത്തിൽ നിന്ന് മനുഷ്യരായി രൂപപ്പെടുത്തി ജീവൻ നൽകി മനുഷ്യരാക്കി രൂപപ്പെടുത്തിയതുപോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പാപത്തിൽ മരിച്ച് യാതൊരു പ്രതീക്ഷയ്ക്കും വകയില്ലാത്ത ആളുകളെ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു ഹൃദയമുള്ള, രൂപാന്തരപ്പെട്ട, ദൈവഹിതപ്രകാരം ജീവിക്കുവാൻ പ്രാപ്തി ഉള്ള മനുഷ്യരാക്കി രൂപപ്പെടുത്തുന്നതിനെക്കുറിച്ചാണ് കർത്താവ് പറഞ്ഞത്. കാറ്റ് ഇഷ്ടമുള്ളിടത്തേക്ക് ഊതുന്നു, അത് വരുന്നു പോകുന്നു എന്നൊക്കെ അറിയത്തില്ല. പക്ഷേങ്കിൽ യു നോ ദി ഇഫക്റ്റ്. പണ്ടിത് വെറും അസ്ഥിപഞ്ജരമായിരുന്നു, എന്നാൽ ഇപ്പോൾ ഇത് ജീവനുള്ള മനുഷ്യനായി രൂപപ്പെട്ടിരിക്കുന്നു. അതാണ് ഈ കാറ്റ് ആ അസ്ഥിപഞ്ജരങ്ങളുടെ മേൽ ചെയ്ത പ്രവൃത്തി എന്ന് പറയുന്നത്. അതാണ്. അപ്പോൾ അതാണ്, ദാറ്റ് ഇസ് എക്സാക്ട്ലി വാട്ട് ഹാപ്പൻസ് ഇൻ ബീയിങ് ബോൺ അഗെയിൻ. വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളുടെ മേൽ വന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളെ രൂപപ്പെടുത്തി, കല്ലായ ഹൃദയത്തെ മാറ്റി ദൈവത്തെ അനുസരിക്കുന്ന മാംസളമായ ഒരു ഹൃദയം നമുക്ക് തന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മളുടെ ഉള്ളിലാക്കി നമ്മളെ ഒരു പുതിയ മനുഷ്യനാക്കി തീർക്കുന്ന അത്ഭുതകരമായ ദൈവത്തിൻ്റെ പ്രവർത്തനമാണ് വീണ്ടും ജനനം എന്നുള്ള കാര്യം കർത്താവരോട് പറഞ്ഞു. അതിന് ഒരു കാര്യം കൂടെ ഞാൻ വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഹൗ ക്യാൻ വി ബി ബോൺ അഗെയിൻ? വീണ്ടും ജനനം എങ്ങനെയാണെന്ന് പറഞ്ഞു. യു വിൽ ഗെറ്റ് എ ന്യൂ ഹാർട്ട് ആൻഡ് യുവർ സിൻസ് വിൽ ബി ഫർഗിവൺ. ഇതെങ്ങനെയാണ് സാധിക്കുക എന്ന് ചോദിച്ചു. അപ്പോൾ കർത്താവ് പറഞ്ഞ കാര്യം, ഞാൻ ഈ ഭൂമിയിലുള്ള ഉദാഹരണമൊക്കെ പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലാവണില്ല, പിന്നെ ഞാൻ സ്വർഗത്തിലെ കാര്യം പറഞ്ഞാൽ എങ്ങനെയാണ് മനസ്സിലാവുക? എങ്കിലും ഞാൻ നിന്നോടങ്ങ് പറയുകയാണ്. ഇത് പറയാൻ അധികാരമുള്ളത് കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രമാണ് എന്ന കാര്യവും കർത്താവ് പറഞ്ഞു കേട്ടോ. സ്വർഗത്തിൽ ആരും കയറിയിട്ടില്ല,
സ്വർഗത്തിലിരിക്കുന്നവനായ സ്വർഗത്തിൽ ഇറങ്ങി വന്നവനായ മനുഷ്യപുത്രനല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല. അപ്പോൾ സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും ജീവനെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ഒക്കെ ആധികാരികമായി സംസാരിക്കുവാൻ അധികാരമുള്ളത് കർത്താവായ യേശു ക്രിസ്തുവിനാണ്. ആ കർത്താവാണ് നമ്മളോട് ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നത്. ആരാ പറഞ്ഞേ? സ്വർഗമുണ്ടോ നരകമുണ്ടോ എന്നൊക്കെ ആരാ പറഞ്ഞെന്ന് ചോദിച്ചാൽ നമ്മൾ പറയുന്ന മറുപടി സ്വർഗത്തിൽ നിറങ്ങി വന്നവനായ സ്വർഗത്തിലിരിക്കുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവാണ് ഈ കാര്യം നമ്മളോട് പറഞ്ഞത്. അതുകൊണ്ട് ഈ പ്രസ്താവനയെ നിങ്ങൾ ലഘുവായി വിചാരിക്കരുത് കേട്ടോ. നിങ്ങളത് ലഘുവായി വിചാരിക്കരുത്. ഇത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന മനുഷ്യപുത്രൻ കർത്താവായ യേശു ക്രിസ്തു തന്നെ നമ്മളോട് പറഞ്ഞ കാര്യമാണ്. ഇത് അതീവ ഗൗരവമായിട്ട് നമ്മൾ വീക്ഷിക്കേണ്ട കാര്യമാണ്. എങ്ങനെയാണ് സംഭവിക്കാൻ തോന്നുന്ന കർത്താവ് പറഞ്ഞ മറുപടി, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകും. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. വീണ്ടും ജനിക്കുവാനുള്ള മുഖാന്തരം എന്ന് പറയുന്നത് കാൽവറിലെ കുരിശിൽ ഉയർത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് നോക്കി കർത്താവായ യേശു ക്രിസ്തുവിനെ ജീവൻ്റെ അടിസ്ഥാനമായി ആധാരമായി സ്വീകരിക്കുന്നതാണ്, വിശ്വസിക്കുന്നതാണ് ഈ വീണ്ടും ജനനത്തിന് മുഖാന്തരമായിരിക്കുന്നത് എന്ന കാര്യമാണ് കർത്താവ് പറഞ്ഞത് കേട്ടോ. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തതുപോലെ ആ സംഭവം നമുക്കറിയാം അല്ലേ? മോശ അവിടെ ഉണ്ടായിരുന്ന മനുഷ്യർ അഗ്നിസർപ്പത്തിൻ്റെ കടിയേറ്റ് മരിച്ചു വീഴുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഒരു പിച്ചള സർപ്പത്തെ ഉയർത്തി. ആ പിച്ചള സർപ്പത്തെ നോക്കിയവരെല്ലാവരും മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന ഭാഗത്ത് വായിക്കാം. എന്നിട്ട് പറഞ്ഞു മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. ആ പ്രസ്താവന വളരെ വളരെ കട്ടിയായിട്ടുള്ള പ്രസ്താവന. ഇറ്റ് ഈസ് നെസസറി, ഇറ്റ് ഈസ് ആബ്സല്യൂട്ട്ലി നെസസറി. മനുഷ്യൻ്റെ പാപമോചനത്തിനായി, അവനൊരു പുതിയ ഹൃദയം ലഭിക്കുന്നതിനായി, അവൻ്റെ പ്രശ്നത്തിൻ്റെ പരിഹാരത്തിനായിട്ട് ഈ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടത് ആവശ്യമാകുന്നു എന്ന കാര്യമാണ് യോഹന്നാൻ നമ്മളോട് പറയുന്നത്. കർത്താവ് യേശു ക്രിസ്തു തന്നെ നമ്മളോട് പറയും, ഇറ്റ് ഈസ് നെസസറി ദാറ്റ് ദ സൺ ഓഫ് മാൻ മസ്റ്റ് ബി ലിഫ്റ്റഡ്. അപ്പോൾ അത് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ മരണത്തെ സൂചിപ്പിക്കുന്ന പ്രസ്താവനയാണ്. യോഹന്നാൻ സുവിശേഷം മുഴുവനും വായിച്ചാൽ നമുക്കറിയാം, മനുഷ്യപുത്രൻ ഞാനോ ഉയർത്തപ്പെട്ടാൽ സകലരെയും എങ്കിലേക്ക് ആകർഷിക്കും എന്ന് കർത്താവ് പറഞ്ഞു. ഉയർത്തപ്പെടുക എന്ന് പറയുന്നത് തന്നെ മരണത്തെയും പുനരുത്ഥാനത്തെയും സൂചിപ്പിക്കുന്ന പ്രസ്താവനയാണ്. അപ്പോൾ മനുഷ്യരുടെ എങ്ങനെയാണ് വീണ്ടും ജനിക്കാനായിട്ട് സാധിക്കുന്നത്? ഉയർത്തപ്പെട്ട കർത്താവിലേക്ക് നോക്കി കർത്താവിൽ ആശ്രയിച്ച് വിശ്വസിക്കുമ്പോഴാണ് ഒരാൾക്ക് വീണ്ടും ജനനം ലഭിക്കുന്നത് എന്ന കാര്യമാണ് ബൈബിൾ പറയുന്നത്. അപ്പോൾ ആ വീണ്ടും ജനനം ലഭിക്കാനായിട്ട് അവനെ ഒരുക്കുന്നതും അതിനായിട്ട് പ്രാപ്തിപ്പെടുത്തുന്നതും എല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. എന്നാൽ ദ ട്രാൻസിഷൻ ഫ്രം ഡെത്ത് ടു ലൈഫ്, മരണത്തിൽ നിന്ന് ജീവനിലേക്ക് നമ്മൾ കടക്കുന്നത് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോഴാണ്. നിക്കോദിമോസിൻ്റെ വിശ്വാസം പോലെ കേട്ടോ, നീ ദൈവത്തിൻ്റെ അടുക്കിൽ നിന്ന് വന്ന ഉപദേഷ്ടാവാണ്, ദൈവം നിന്നോടുകൂടെ ഇല്ലെങ്കിൽ ഈ പറയുന്ന കാര്യം ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. അതുപോരാ, ദാറ്റ്സ് നോട്ട് ഇനഫ്. പിന്നെ എന്ത് വേണം? മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാകുന്നു. ദൈവം നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിനായിട്ട്, നമ്മുടെ പാപത്തെ എന്നേക്കുമായി പരിഹരിച്ച് നമുക്ക് ജീവൻ നൽകുന്നതിന് വേണ്ടി കർത്താവായ യേശു ക്രിസ്തുവിനെ കാൽവറിലെ കുരിശിൽ നമുക്ക് പകരക്കാരനായി യാഗമാക്കി. അവനെ മൂന്നാം നാളിൽ മരിച്ചവിടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. അവനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് ഇരുത്തിയിരിക്കുന്നു. ആ യേശുവിനെ ആ നിലയിൽ കണ്ട് വിശ്വസിച്ച് സ്വീകരിച്ച് ആശ്രയിക്കുമ്പോഴാണ് ഒരു വ്യക്തിക്ക് വീണ്ടും ജനനം പ്രാപിക്കാനായിട്ട് സാധിക്കുന്നത്. നിങ്ങൾ വീണ്ടും ജനനം പ്രാപിച്ചുവോ? നിങ്ങൾ വീണ്ടും ജനനം പ്രാപിച്ച ഒരു വ്യക്തിയാണോ? നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ, ഉയർത്തപ്പെട്ട കർത്താവിനെ, നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിനായിട്ട് ദൈവം ഉയർത്തിയ കർത്താവായ യേശു ക്രിസ്തുവിനെ, നിങ്ങളുടെ പകരക്കാരനായി കൊല്ലപ്പെട്ട യേശു ക്രിസ്തുവിനെ നിങ്ങൾ രക്ഷകനായി കർത്താവായിട്ടും അംഗീകരിച്ചിട്ടുണ്ടോ? അങ്ങനെ സ്വീകരിച്ചിട്ടുണ്ടോ? അതാണ് വീണ്ടും ജനം പ്രാപിക്കുവാനുള്ള മുഖാന്തരമായിട്ട് കർത്താവ് പറഞ്ഞത്. അതുകൂടാതെ ആരും ദൈവരാജ്യത്തിൽ കടക്കുകയില്ല, സ്വർഗരാജ്യം കാണുകയില്ല എന്ന കാര്യമാണ് കർത്താവ് നമ്മളോട് പറഞ്ഞത്. നിക്കോദിമോസിന് അന്നേരം ഒന്നും പിടികിട്ടിയില്ല കേട്ടോ, മനസ്സിലായില്ല. പക്ഷെങ്കിൽ പുള്ളി വീട്ടിൽ പോയൊക്കെ ഒരുപാട് ചിന്തിച്ചുട്ടോ. ചിന്തിച്ച് അവസാനം അദ്ദേഹം ഏതായാലും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണത്തിൽ അരിമത്യക്കാരനായ യോസേഫിൻ്റെ കൂടെ നിക്കോദിമോസും ഉണ്ട്. അദ്ദേഹത്തിന് പിടികിട്ടി. ഇനിയും കുറേ കാലം
ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്തിട്ടായിരിക്കും അദ്ദേഹത്തിന് മനസ്സിലായത്. ബട്ട് ഹി ഫൈനലി ഗോട്ട് ദ പോയിൻറ്റ്. അപ്പോൾ അതുകൊണ്ട് നിക്കോദീമോസിനെ പോലെ കർത്താവിനെ മനസ്സിലാക്കുവാനായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരാളാണ് എങ്കിൽ ഈ ദൈവിക സത്യം ഗൗരവമായി ദൈവത്തിൻ്റെ വചനത്തിൽ നിങ്ങൾ പരിഗണിക്കുകയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഈ വെളിച്ചത്തിലേക്ക് നയിക്കുവാനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾക്കും വീണ്ടും ജനിക്കാനായിട്ട് സാധിക്കും. അതുകൂടാതെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാനായിട്ട് ആർക്കും സാധിക്കില്ല. എത്രയോ അത്ഭുതകരമായ ദൈവിക ക്രമീകരണമാണ് വീണ്ടും ജനിക്കുക എന്ന് പറയുന്ന കാര്യം. നമ്മളെ പാപങ്ങളെ നമ്മളോട് ക്ഷമിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മളെ ഒരു പുതിയ മനുഷ്യനാക്കി ദൈവത്തെ അനുസരിക്കുവാൻ കഴിയുന്ന ഒരു പുതിയ ഹൃദയം നമുക്ക് തന്ന് ആ നിലയിൽ നമ്മളെ രൂപപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവർത്തനമാണ് വീണ്ടും ജനനം. നിങ്ങൾ വീണ്ടും ജനിച്ചയാളാണോ? ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.